ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാര്യങ്ങളുടെ സീരിയസ്നെസ് മൂർത്തിക്ക് അറിയാലോ. ആഹാ, ഉറക്കാണോ? ഇവിടെയും നടന്നത് വല്ലതും അറിയുന്നുണ്ടോ? ഇനി അങ്ങോട്ടെ അവന്തികയുടെ വിജയത്തിന്റെ ദിവസങ്ങളാ. അതിന്റെ തുടക്കം ഞാൻ കുറിച്ചു കഴിഞ്ഞു. അനൂപിനെ ജാമ്യത്തിലിറക്കി കൊണ്ടുവിട്ടിട്ട് അനിയനും അനിയത്തിയും കൂടി തിരിച്ചിങ്ങെത്തി. അടിക്കുമ്പോ പാമ്പിന്റെ പത്തിക്കടിച്ച് കൊല്ലണം എന്നല്ലേ പറയാറ്. കൊടുത്തു ഞാൻ അവളുടെ പത്തിക്ക് തന്നെ. ഇതുവരെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും താൻ ഈ കിടക്കുന്നത് അടക്കമുള്ളതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ അവളുടെ തലയിൽ വെച്ചേട്ടി കൊടുത്തിട്ടുണ്ട്. സന്തോഷായ നന്ദേട്ടാ? ഇത്രയും നാളും പിടിതരാതെ നടന്ന തന്റെ തന്ത സേതുമാധവൻ പോലും ഇനി എന്റെ കയ്യിലെ കളിപ്പാവയായിരിക്കും. കിളവന് അവക്കനുകൂലമായിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ ചരടുപ്പ് എന്റെ കയ്യില്. ചാടിക്കളിക്കട സേതുമാധവ എന്ന് ഞാൻ പറഞ്ഞ അയാള് കളിക്കും. തുള്ളിക്കളിക്കട സേതുമാധവ എന്ന് ഞാൻ പറഞ്ഞ അയാള് തുള്ളിക്കളിക്കും. ഇതുവരെ അർച്ചനയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വീണ അയാളുടെ ചങ്കു പൊട്ടുമായിരുന്നു. പക്ഷേ ഇന്നവള് മുന്നിൽ നിന്ന് കരഞ്ഞു നിലവിളിച്ചിട്ട് പോലും അവൾക്ക് അനുകൂലമായിട്ട് അയാളൊരു വാക്കുപോലും പറഞ്ഞില്ല. പേടിച്ചെന്നെ നോക്കി. അതോടെ തന്തയുടെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി. തന്റെ തന്തയും താനും ഈ വീടും ഇവിടെ ഉള്ളവരെല്ലാം ഇനി ഞാൻ പറയുന്നതനുസരിച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കൂ. ഹലോ മൂർത്തി, ആ പറ, എന്തായി? കണ്ട് സംസാരിച്ചോ? ഇതുവരെ സംസാരിച്ചില്ലേ? ഇന്ന് എന്നെ കാണണം, എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം. കാര്യങ്ങളുടെ സീരിയസ്നെസ് മൂർത്തിക്ക് അറിയാലോ. അയ്യോ നന്ദേട്ടാ, നന്ദേട്ടാ, ഇയാള് മനപ്പൂർവ്വം എന്നെ ചവിട്ടിയതാണോ അതോ ഞാൻ കാല് തെറ്റി വല്ലതും? എന്തിനാ എടുത്തേ? എടുത്ത് എങ്ങനെ വീണേ? അതന്നെ ഞാനും ആലോചിക്കുന്നേ. ആരോ ചവിട്ടിയതുപോലെ ഞാൻ വീണത്. പക്ഷെ അതിന്റെ ഇടയിൽ നന്ദേട്ടൻ എങ്ങനെ വീഴാൻ പോയത്? ആ സച്ചി, ഒന്നിവിടെ ഇരിക്കണേ, ഞാനിപ്പോ വരാം. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല നന്ദേട്ടാ. ഒരു വിധത്തില് അനുവേട്ടനെ രക്ഷിക്കാനായി. അർച്ചന അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പൊ എല്ലാരും എന്റെ കുഞ്ഞിന്റെ പേരിൽ ജാതകദോഷം ആരോപിക്കുക. ഒരുപാട് കാലം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ് ഈ കുടുംബത്തിലേക്ക് എത്ര സന്തോഷത്തോടെയാ ആ കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ കിട്ടുന്നതൊക്കെ കല്ലേറ് മാത്രം. ജാതകദോഷത്തിന്റെ ബലിക്കല്ലിൽ എന്റെ കുഞ്ഞിനെ കൊണ്ടുവച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ കൺട്രോൾ ആകെ പോയിരിക്കുക. എല്ലാം തല്ലി തകർക്കാൻ തോന്നുന്നു. നന്ദേട്ടൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരം നന്ദേട്ടൻ തന്നെ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ എന്ത് ചെയ്യും നന്ദേട്ടാ? സാരമില്ല, നന്ദേട്ടൻ വിഷമിക്കണ്ട. എങ്ങനെങ്കിലും ഞാനിതിനേക്ക് നേരിട്ടോളാം. എന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ.
അമ്മയുടെ പ്രഗ്നൻസി അബോട്ടായി പോയത് മുതൽ ഇന്നലെ രാത്രി ആ ഗുണ്ടകൾ കയറി വന്ന് ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വരെ എല്ലാത്തിനും കാരണം ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാ അവരെങ്ങനെ കുറ്റം പറയാൻ പറ്റും? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ച ഇവിടെ ഒരു മരണം നടക്കും. ഈ വീട്ടിലെ ആണുങ്ങളിൽ ഒരാൾക്ക് അകാല മൃത്യു സംഭവിക്കും. മോളുടെ കുറച്ച് തുണികള് ഞാൻ രാവിലെ കഴുകിയിട്ടായിരുന്നു. ഇപ്പോഴാ ഓർത്തത്. എന്റെ ചേച്ചി പറഞ്ഞതിനെ കുറിച്ച് ഓർത്താണോ ഈ വിഷമിച്ചിരിക്കുന്നത്? എന്റെ ഏട്ടത്തി, അവരുടെ ഒരു ജന്മം അങ്ങനെയായിപ്പോയി. പോത്തിനോട് വേദം ഓതിയിട്ട് എന്താ കാര്യം? നന്മയുള്ള എന്തെങ്കിലും കാര്യം ആ തലയിലോട്ട് കയറണ്ടേ? ഈ ജീവിതത്തിൽ ഒരിക്കലും അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരെയും ദ്രോഹിച്ചും ഉപദ്രവിച്ചും ശാപങ്ങൾ മാത്രം സമ്പാദിച്ചു കൂട്ടാനേ എന്റെ ചേച്ചിയെ കൊണ്ട് പറ്റൂ. ഏട്ടത്തി, അവര് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർച്ചനേട്ടത്തിയുടെ കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. സ്നേഹയോടെ അവർ ചില കുത്തിത്തിരിപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ സ്നേഹയെ അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്തിയടുത്തേക്ക് എന്നോട് ശത്രുതയ്ക്ക് 1000 കാരണങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് അവരോട് ഒരു ശത്രുതയില്ല. എന്നിട്ടും എന്റെ കുഞ്ഞിന്റെ പേരിൽ അവർ ജാതകദോഷം ആരോപിക്കുന്നു. അതിനുവേണ്ടി അച്ഛനെയും കൂട്ടി ഏതോ ജോൾസിനെ പോയി കണ്ടേക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിട്ടാ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? വളകാപ്പ് ചടങ്ങ് ഉടനെ നടത്തണമെന്നോ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷേ ഈ അവസ്ഥയില് അച്ഛനോട് ഈ കാര്യം ഞാൻ എങ്ങനെ പറയാ? ഗർഭിണിയായൊരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷ വളകാപ്പ് ചടങ്ങ്. എല്ലാ ബന്ധുക്കളും സന്തോഷത്തോടെ ഒത്തുചേരുന്ന ചടങ്ങല്ലേ അത്? അവന്തിയടുത്ത് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് കാരണം അച്ഛനോട് ഇതെങ്ങനെ പറയൂന്നുള്ള സംശയത്തിലാണ് ഞാൻ. അതിനെന്താ സംശയിക്കുന്നേ? ഗർഭിണിയായിരിക്കുമ്പോ നടത്തേണ്ട ചടങ്ങല്ലേ അത്? ഏട്ടത്തി, നമ്മള് മുൻകൈ എടുത്ത് തന്നെ ആ ചടങ്ങ് നടത്തണം.